ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളുടെ ഉമ്മച്ചിയുടെ സിസ്റ്റേഴ്സും കുറച്ച് കസിൻസ് നമ്മളുടെ വീട്ടിലാണ് കൂടിയത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതിൽ ഉമ്മച്ചിയുടെ കസിൻസ്, അതായത് കസിൻ സിസ്റ്റേഴ്സ് മാത്രമുള്ളൂ, ബ്രദേഴ്സും വൈഫ്സും ഒന്നുമില്ല. ഈ ഒരു ഗ്രൂപ്പ് ഇത് വാട്സപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം വാട്സപ്പിൽ 2022 സ്റ്റാർട്ട് ചെയ്തത്. 2022 ഒക്ടോബർ മന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ ഇപ്പോൾ എല്ലാവരും റിലേഷൻസൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു ഉപകാരമാണ് നമ്മളുടെ റിലേഷൻസൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഈ ഒരു ഗ്രൂപ്പും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടുംബ സംഗമങ്ങളും അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതായത് നമ്മളുടെ തലമുറകളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങളും നമ്മളുടെ മക്കൾക്ക് എല്ലാവരെയും അറിയാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും സോഷ്യൽ മീഡിയ. അങ്ങനെ ഞങ്ങൾ കോനത്ത് കസിൻസ് കൂടിയതാണ്. അപ്പോൾ നമ്മളിൽ പലർക്കും കൂടാൻ പറ്റിയിട്ടില്ല ഈ ഗ്രൂപ്പിലുള്ള, കാരണം എബ്രോഡും പിന്നെ അതുപോലെ അസുഖങ്ങളും അങ്ങനെ ഓരോരോ കാരണങ്ങളായിട്ട് പലർക്കും എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞങ്ങൾ കൂടിയവരെല്ലാവരും വളരെ ഹാപ്പിയായി അടിച്ചു പൊളിച്ചു. നമ്മൾ ഫുഡും പറഞ്ഞ പോലെ വെറുചോറും കറികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി, മറ്റേ ഫുഡ് ഓർഡർ കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ചിരിച്ചും കളിച്ചും പാട്ട് പാടിയും അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നത്. ഞങ്ങളുടെ ഈ ദിവസത്തെ കൂടലിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ ഇട്ടിരുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കോമഡി രീതിയിലൊക്കെയാണ് ഞാനത് ഇട്ടതെങ്കിലും എല്ലാവരും അത് വളരെയധികം എൻജോയ് ചെയ്തു. ഉമ്മച്ചിക്ക് 4 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ 3 സിസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളൂ. മൂത്ത സിസ്റ്ററിന് വരാൻ പറ്റിയില്ല, ആൾക്ക് ശാരീരികമായിട്ട് തീരെ വയ്യ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ നിർബന്ധിക്കാനും പോയില്ല. നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ കൂടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ കുറേ നാളുകളായിട്ട് കൂടാനുള്ള പ്ലാൻ മാത്രം ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് അതിങ്ങനെ മാറി മാറി പോകും. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരക്കമരങ്ങൾ നിര നിര നിരയായി, ഇടവേ എനിക്ക് അറിഞ്ഞൂടാ ബാക്കി. ഖദീജ ബീവി മദീന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി മലരായ ഫാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച്, കണ്ട നേരം കൽബിനുള്ളിൽ പൂതി. നമ്മളിപ്പോഴും കൂടിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. കാരണം എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത്. ഇത്തവണയും വെക്കേഷന് കൂടാന്ന് പറഞ്ഞെങ്കിലും ഓരോ ഡേറ്റ് പറയുമ്പോഴും ആരെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കത് വിഷമമല്ലേ, ഒരാളില്ലാണ്ട് ഒരാൾ അങ്ങനെ ആവുമ്പോൾ വിഷമം. അങ്ങനെ അവസാനം എന്ത് ചെയ്ത്, വെക്കേഷനും ബാക്കിയുള്ളതിനൊന്നും നിന്നില്ല, ടപ്പേന്നും പറഞ്ഞിട്ട് ഒരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിച്ച് അന്ന് അങ്ങോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൺഫേം ആക്കി എല്ലാവർക്കും മെസ്സേജ് വിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ കൂടൽ നടക്കൂല. കൊല്ലാപ്പ് വേണ്ട 5000 കൊടുക്കാം. നമ്മളിങ്ങനെ കൂടുമ്പോഴൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളായാലും വിഷമങ്ങളായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, പക്ഷെ നമ്മൾ കുറച്ച് നേരത്തിനെങ്കിലും നമ്മൾ അതെല്ലാം മറന്നിട്ട് നമ്മൾ വളരെയധികം ഫ്രീ മൈൻഡായി കുറച്ച് നേരമെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത.
ഇപ്പോൾ ഇന്ന് ഇവിടെ എല്ലാവരും വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ചർച്ച ഫുൾ അസുഖങ്ങളായിരുന്നു. മുട്ടുവേദന, തണ്ടൽ വേദന, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഫുൾ ചർച്ചകൾ. കുറച്ച് കഴിഞ്ഞോണ്ടുകൂടി എല്ലാവരും അസുഖങ്ങളും എല്ലാം മറന്ന് വളരെ ആക്റ്റീവായി. അതിൽ ഏറ്റവും ആക്റ്റീവായത് ഇന്ന് വന്നതിൽ ഏറ്റവും വയ്യാത്ത ആളായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം എല്ലാവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ എല്ലാം മറന്നു പോകും. നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മെയിൻ താരങ്ങളാണ് ഈ വരുന്നത്. എള്ളുണ്ടയും ഉഴുന്നുവടയും. ഉഴുന്നുവട നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എള്ളുണ്ട കുഞ്ഞുമ്മ ഉമ്മച്ചീനെ അനിയത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾക്ക് എല്ലാവർക്കും വന്നപ്പോൾ തന്നെ തന്ന് നമ്മളെ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ എള്ളുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ നല്ല അടിപൊളിയായ ഒരു എള്ളുണ്ട കഴിക്കണത്. കുഞ്ഞു സൂപ്പർ, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നമ്മളെ ഉഴുന്നുവടയാണെങ്കിൽ പറയേ വേണ്ട, നല്ല മുരിഞ്ഞ് 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 നല്ല സൂപ്പർ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു 4-4:30 ആയപ്പോൾ കുറച്ച് പേരൊക്കെ പോയി. കാരണം കുട്ടികൾ സ്കൂള് വിട്ട് വരുന്ന കാരണം വീട്ടിൽ ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ യാത്ര പറയൽ സീനാണ് ഇപ്പോൾ ഈ കണ്ടത്. ഞങ്ങളെല്ലാവരും എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടികളായതുകൊണ്ട് ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്ര പറഞ്ഞ് മതിയാവണില്ല ആർക്കും. കാരണം ആർക്കും പോകാൻ ഇഷ്ടമില്ല, പിന്നെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് പോണതാണ്. അപ്പോൾ യാത്ര പറയുകയാണെങ്കിലും ഇനി എപ്പോൾ കാണും, ഇനി എപ്പോൾ കൂടും എന്നുള്ളതായിരുന്നു ചർച്ച. അങ്ങനെ അപ്പം തന്നെ എല്ലാവരും പറയണം ഇനി വേഗം തന്നെ നമുക്ക് കൂടണം, ഇതിപ്പോൾ ഇത്രയും നാൾ വൈകിയത് തന്നെ വളരെ വലിയൊരു നഷ്ടമാണെന്നും പറഞ്ഞ് നിൽക്കണം എല്ലാവരും. ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അവിടെ പുറത്ത് തന്നെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു പ്ലം കേക്ക് കാര്യം ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ ഏതായാലും അതും കൂടെ കട്ട് ചെയ്യാൻ എല്ലാവരും കൂടെ ഓക്കെ. എടുക്കണ്ട്. ഇന്നിവിടെ ഒരു കസിൻസിന്റെ സംഗമം ആയിരുന്നു. എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഫുഡ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും സുഫൈറ വളരെ ഭംഗിയായി സുഫൈറ വീട് ഒരുക്കി തന്ന ഇസ്മായിൽ, സല്ല, ഷാനവാസ്, മക്കളുകൾ, വീട് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും കൂടാം. എല്ലാവരും ഇനിയും പിശാശികളെ ദേശീയ ഗാനത്തിന് കൈയടിക്കൂല സ്റ്റേഡിയം. മാറി മാറി എനങ്ങാൻ പാടില്ല, എനങ്ങാണ്ടെന്ന് പാട്. ഒന്നിച്ചിക്ക് ജനഗണമന. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് യമുന ഗംഗ ഉച്ചല तब शुभ आशीष मांगे जागे तब जय गाता जन मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे അസംബ്ലി ഡിസ്പ്ലേ. നിങ്ങളെല്ലാവരും ഇവരെ ദേശീയ ഗാനം കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു.
നഴ്സറി കുട്ടികളെയും കഷ്ടമായിരുന്നേ. ഇവിടെ ഞങ്ങൾക്ക് ഹെൽപ്പിന് വരുന്ന ഒരു ഇക്കണത് അത് ചിരിച്ച് 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 അതിന് വയ്യാണ്ടായി. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.